പാഞ്ചെന്ന് വൈകിയുടെ കർണത്ത് കൊടുത്തു. ഒന്നല്ല 2 അടി മാറി മാറി കൊടുത്തു. അടിച്ചത് വൈകിയുടെ കർണത്താണെങ്കിൽ വാമി പോലും അറിയാതെ കവിളിൽ കൈവച്ചു. എടി നിന്നെ ഞാൻ അത്രയും പറഞ്ഞ് അവൾക്ക് നേരെ കൈ ഉയർത്താനും അതിൽ കാശിയുടെ കരങ്ങൾ പിടിമുറുകി. അവൾക്ക് നേരെ നിന്റെ ഇവിടെ ആരുടെങ്കിലും കൈ ഉയർന്ന പിന്നെ ഈ കാശി എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാനാവില്ല. പാറു കാശിയെ നോക്കി, എന്നിട്ട് വൈകിയെ നോക്കി പറഞ്ഞു, നീ ഇപ്പൊ നൊന്ത് പ്രസവിച്ച് കണക്ക് പറഞ്ഞല്ലോ, നിനക്ക് ലേശെങ്കിലും ഉളുപ്പുണ്ട് ഇത് പറയാൻ. പ്രസവിച്ചെന്ന് കരുതി മാത്രം അമ്മയാവില്ല. ആ കുഞ്ഞിനെ മുലയൂട്ടാനും അതിനെ സ്നേഹിച്ച് ലാളിച്ച് വളർത്താനും പഠിക്കണം. കുഞ്ഞ് ജനിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞതും ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് നിന്റെ സുഖം നോക്കിയപ്പോൾ എവിടെയായിരുന്നു ഇപ്പോൾ? അവകാശം പറഞ്ഞു വരാൻ കാണിച്ച് നിന്നിലെ അമ്മ എന്നാ പിഞ്ചി കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോയപ്പോൾ ഈ മനുഷ്യൻ തളരാൻ നിന്ന് കുഞ്ഞെ വളർത്തി. നിന്നെപ്പോലെ അദ്ദേഹം സ്വന്തം ആഗ്രഹങ്ങൾ നോക്കിപ്പോയിരുന്നെങ്കിൽ ഇന്ന് നിനക്കെന്നല്ല ആർക്കും അവകാശം പറയാൻ കുഞ്ഞെന്നുള്ള ഒരാളോ പേരെ പോലും ഉണ്ടാവില്ലായിരുന്നു. ഇന്നലെ വലിഞ്ഞു കയറി വന്ന നീ എന്നെ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. അവള് വലിഞ്ഞു കയറി വന്നവളെന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ നിയമപരമായി താലി കെട്ടി എന്റെ ഭാര്യയായി കൊണ്ടുവന്നവൾ അവള്. കൊള്ളാലോടെ നീ നാട്ടിലുള്ള ആണുങ്ങളെ മൊത്തം മയക്കിയ അറിവ് വെച്ച് കാശിയെ മയക്കി വശത്താക്കിയല്ലോ. വൈകി അത് പറഞ്ഞ് തീർന്നു അവളുടെ കഴുത്തിൽ കാശിയുടെ പിടിമുറുകി. അവളുടെ കഴുത്തിൽ ശക്തിയായി അവൻ ഞെരിച്ചു. ആ നിമിഷം അവൾ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു. എടി പൊന്ന മോളെ, നീയാണ് പാർവതി എന്ന് കരുതിയോ? നിന്നെന്തേ ഇവളെയും ഒരുപോലെ പണത്തിന് വേണ്ടി സ്വന്തം ശരീരം പോലും നീയൊക്കെ വീട്ടിൽ ജീവിക്കെന്ന് കരുതി? അവൾ അങ്ങനെയല്ല, നല്ല ഒന്നാം തരം മാനഭിമാനമുള്ള പെണ്ണാണ്. പാറു ഒരു നിമിഷം കാശിയെ നോക്കി. അവൾക്കുള്ളിൽ അവരോടുള്ള സ്നേഹം വീണ്ടും ഹൃദയത്തിൽ നുരഞ്ഞു പൊന്താൻ തുടങ്ങി. എന്നാൽ ഈ നിമിഷം പിന്നിൽ നിന്നും ഉച്ചത്തിലുള്ള കൈയടിയും ചിരിയും കേട്ട് കാശിയും പാറും അങ്ങോട്ടേക്ക് നോക്കി. അപ്പോഴും വൈകിയുടെ കഴുത്തിലെ പിടി അവൻ വിട്ടില്ല. വാമിയൊന്നും മിണ്ടാതെ മാറി നിൽക്കുമായിരുന്നു. കൊള്ളാം കാശി, കൊള്ളാം. എന്തായാലും നിന്റെ ഈ എടുത്തുചാട്ടം കൊണ്ട് നേട്ടം ഉണ്ടായിരിക്കുന്ന ഞങ്ങൾക്കാ. നീ അവളുടെ കഴുത്തിൽ പിടിച്ച് നിരിക്കുന്ന വീഡിയോ ക്ലിയറായി തന്നെ കിട്ടി. അതൊരു ക്യാപ്ഷൻ കൂടെ കൊടുത്തു കോടതിയിൽ ഹാജരാക്കുമ്പോൾ കേസിന്റെ കാര്യത്തിൽ നമുക്കാവും ബലം കൂടുക. കാശ് അവളെ പിടിവിട്ടുകൊണ്ട് അവന്റെ നേരെ പായുമ്പോൾ വൈക കഴുത്തിൽ കരങ്ങൾ വെച്ചു കിതപ്പടക്കം പാടുപെടുകയായിരുന്നു. കാശ് അവൻ നേരെ വന്നു അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. നീ ഇതല്ല ഇതിൽ നാറിയ കളി കളിക്കുമെന്ന് അറിയാം, പക്ഷെ എന്ത് ചെയ്താലും കുഞ്ഞ് നിനക്കൊന്നും വിട്ടു തരില്ല. അത്രയും പറഞ്ഞ് അവന്റെ ഫോൺ പിടിച്ചെടുത്ത് നിലത്ത് പൊട്ടിച്ചു. നീ ആ ഫോൺ പൊട്ടിച്ചെന്ന് കരുതി ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ നശിച്ചിട്ടില്ല. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാനത് എന്റെ അഡ്വക്കേറ്റ് ഇന്ദ്രന് ഇപ്പോൾ തന്നെ അയച്ചു കൊടുത്തു. കാശിയുടെ സമനില വീണ്ടും തെറ്റുന്ന പോലെ തോന്നി. അവൻ ഭീമിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കണ്ടതും പാറു അവനെ പിടിച്ചു മാറ്റി. പാർവതി വിടനെ, ഇവനെ കൊല്ലണം, എനിക്ക് കൊല്ലാതെ ഇവനെ ഞാൻ വിടില്ല. കാശിയുടെ വേണ്ട, ഇപ്പോൾ എടുത്തുചാടി വല്ലതും ചെയ്ത കുഞ്ഞെ നമുക്ക് എന്നേക്കുമായി നഷ്ടമായി നിരിക്കും. നമ്മളായി അവർക്ക് ജയിക്കാനുള്ള അവസരം ഇട്ടുകൊടുക്കാൻ പാടില്ല. അപ്പൊ ബുദ്ധിയുണ്ടല്ലേ നിനക്ക്? അങ്ങനെ പറഞ്ഞു കൊടുക്കുക അവന്. അത്രയും പറഞ്ഞ് കാശിയെ നോക്കി ഭീം പറഞ്ഞു, നിന്റെ നാശം അത് തുടങ്ങിക്കഴിഞ്ഞു കാശി. ഇനിയുള്ള ഓരോ ദിവസവും മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിനെ പോലെ നീ ഓടും, അത് ഞാൻ കാണും. തിരിച്ചുള്ള യാത്രയിൽ കാശി അസ്വസ്ഥനായിരുന്നു. പാറുവിനെ വീട്ടിന് മുന്നിൽ ഇറക്കിയിട്ട് ഒന്നും പറയാതെ പോയവനെ അവൾക്ക് നിറമിഴികളോടെ അല്ലാതെ നോക്കി നിൽക്കാനാവില്ല. വീട്ടിൽ വരുമ്പോൾ നടന്നത് അവൾ എല്ലാവരോടും പറഞ്ഞു. അലനും കാർത്തിയും അപ്പോൾ തന്നെ കാശിക്ക് പിന്നാലെ പോയി. ഈ സമയം അവനെ ഒറ്റയ്ക്ക് വിടുന്നത് നല്ലതല്ലെന്ന് അറിയാമായിരുന്നു. കുഞ്ഞാ ദിവസം മുത്തശ്ശിയും രേവതിയും അവിടെ അടുത്തുനിന്ന് മാറാതെ കൊണ്ടു നടന്നു. ഓരോ സമയം അവിടെ കാശിയെയും കുഞ്ഞിനെയും ഓർത്ത് അവരിൽ വേദന നിറഞ്ഞു. എന്നാലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഭീം. കാശിയുടെ തോറ്റാമുഖം റാത്തോട് പറഞ്ഞു. ഇതൊക്കെ ഒരു തുടക്കല്ലേ, ഇനി അങ്ങോട്ട് അവന്റെ തോൽവി തന്നെയല്ലേ. അപ്പൊ അടുത്തുനിന്ന് തന്നെ കാണാം. എന്തായാലും അവൻ ഒന്ന് വീക്കാവുമ്പോൾ തന്നെ അവന്റെ ഹോസ്പിറ്റൽ ഒന്ന് തകർക്കണം. കേക്ക് ഹോസ്പിറ്റൽ അതിന് വേണ്ട, അതൊരു ഓർമ്മ മാത്രമാവുന്ന വിധത്തിൽ തകർക്കും ഞാൻ. ഒപ്പം അവന്റെ ബിസിനസ്സും എല്ലാം നമ്മൾ ആഗ്രഹിക്കും പോലെ തന്നെ നടക്കും അധികം വൈകാതെ. ആ രാത്രി അവർ കാശിയുടെ പതനം മാത്രം കണ്ട് ആഹ്ലാദിച്ചു. ഓ, നീ ഇവിടെ ഉണ്ടോ? ഇത്രയും ദിവസം സ്വന്തം തന്ത ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വന്ന് നോക്കാനെങ്കിലും തോന്നിയോ നിനക്ക്? ബെഡിൽ സരോജിനിയുടെ സഹായത്തോടെ സഹദേവൻ എഴുന്നേറ്റിരിക്കെ അങ്ങോട്ടേക്ക് വന്ന പ്രണവിനെ നോക്കി പറഞ്ഞു, അച്ഛനായി വരുത്തി വെച്ചതല്ലേ എല്ലാം, പിന്നെ ഞാൻ കാണാതെ വരാതിരുന്നത്? സ്വന്തം മകനേക്കാൾ വലുത് അച്ഛന് വലുത് കയ്യിൽ വന്ന സ്വത്തുക്കളായിരുന്നില്ലേ? അത് നഷ്ടമാവുമെന്ന ഭയം കൊണ്ടല്ലേ എന്റെ പാർച്ചേച്ചിനെ പോലും കൊല്ലാൻ തുനിഞ്ഞത്? ചേച്ചി കൊല്ലാൻ നോക്കിയ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം മകനെ എന്നെ പോലും കൊല്ലാൻ മടിക്കില്ലെന്ന് ആര് കണ്ടു? പ്രണവ്, സരോജിനി ദേഷ്യത്തിൽ വിളിച്ചു. നീ ആരോട് തർക്കുത്തരം പറയുന്നു അറിയാമോ? നിന്നെപ്പോലാണോ അവള്? സ്വന്തം രക്തബന്ധം അല്ലെങ്കിലും എനിക്ക് ഇരിക്കുന്ന അച്ഛനെ അമ്മയേക്കാൾ ഒക്കെ വലുതെന്റെ ചേച്ചി. അവൾ എനിക്ക് ചേച്ചി മാത്രമായിരുന്നില്ല, ഒരു അമ്മ കൂടിയായിരുന്നു. എന്നെ നിങ്ങളെക്കാരൊക്കെ മനസ്സിലാക്കിയിരുന്നവൾ. ആ ചേച്ചിയാ ഇപ്പോൾ എല്ലാവരും എന്നിൽ നിന്ന് അകറ്റിയത്. അവൾ എന്നാലും ഇവിടുന്ന് പോകാനുള്ളവരായിരുന്നു. അവളായി തന്നെയാണല്ലോ ഇവിടുന്ന് പോയതും. ചേച്ചി ഇവിടുന്ന് പോകാനുണ്ടായ കാര്യം അതെന്താണെന്ന് എനിക്ക് അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും നന്നായി തന്നെ അറിയാം.
ഇവിടെ നിന്ന് പോയിട്ട് വീണ്ടും അവളെ ദ്രോഹിക്കാൻ പോയതും അതിനുള്ളതാണല്ലോ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ കിടക്കയിൽ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ സഹദേവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും തുടർന്നു. എനിക്കൊരു അപേക്ഷയുള്ളൂ അച്ഛനോടും അമ്മയോടും. എൻ്റെ ചേച്ചി അവള് പാവമാ. നിങ്ങൾ ആർക്കും ഒരിക്കലും അവളൊരു ശല്യമായി വരില്ല. ഒപ്പം നിങ്ങളിൽ നിന്നും ഒന്നും തട്ടിപ്പറിക്കുകയുമില്ല. അങ്ങനെയുള്ളപ്പോൾ ആ പാവത്തിന് ഇനി ഒരിക്കലും ദ്രോഹിക്കാതെ വെറുതെ വിട്ടൂടെ? ഇതെൻ്റെ അപേക്ഷയായി കാണണം. അത്രയും പറഞ്ഞ പ്രണവ് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മോന് അവൾ ഇവിടെ നിന്ന് പോയിട്ടും അവളോട് തന്നെ കൂറ്. സരോജിനി അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു. കാർത്തിയും അലനും ഫോൺ വിളിച്ചിട്ട് ഒന്നും കാശ് എടുത്തില്ല. അവസാനം അലൻ്റെ ഒരു ഫ്രണ്ട് കാശ് ബാറിലുണ്ടെന്ന് പറഞ്ഞതും അവർ അവിടേക്ക് ചെന്നു. അവിടെ മദ്യം കുടിച്ച് തൻ്റെ ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കുന്ന കാശിയുടെ അടുത്തേക്കും അലനും കാർത്തിയും ചെന്നു. ഏട്ടാ എന്താ കാണിക്കുന്നത്? മതി, വാ വീട്ടിൽ പോകാം. കാർത്തി കാശി ചെന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എവിടേക്കില്ല. എന്താ ഇവിടെ നിന്ന് കുടിച്ചു നശിക്കാൻ പോകുന്നു നീ? അലൻ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. എൻ്റെ മോള്, എനിക്കവളെ നഷ്ടാവുമെന്ന് ഭയമുണ്ടടാ. ഈ ലോകത്തെ കാശിയുടെ സ്വന്തം എന്ന് പറയാൻ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. എൻ്റെ കാശി, നീ ഇങ്ങനെ തളർന്ന ജയിക്കുന്ന അവരാ. കുഞ്ഞിക്ക് മേലെ അവകാശം പറഞ്ഞ് ഇപ്പൊ വന്നില്ല അവരൊക്കെ തന്നെ. അവർക്ക് വേണ്ടത് നിന്റെ തകർന്ന ഈ അവസ്ഥയാണ്. നീയായിട്ട് അവർക്ക് ജയിക്കാനുള്ള ഇടവരുത്തി കൊടുക്കരുത്. വന്ന് വണ്ടിയിൽ കയറി. അവിടെ എല്ലാവരും നിന്നോർത്ത് വിഷമിച്ചിരിക്കുക. അതിൻ്റെ കൂടെ നീ ഇങ്ങനെ തകർന്നിരുന്ന അവരെങ്ങനെ സഹിക്കും? അവർക്കെല്ലാവർക്കും ധൈര്യം കൊടുത്ത് നിൽക്കേണ്ടത് നീ തന്നെ ഇങ്ങനെ ആയില്ല. എടാ, എനിക്ക് ഒന്നും പറയണ്ട. ഇപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാൽ നിന്റെ തലയിൽ കയറില്ല. അത്രയ്ക്ക് കുടിച്ചിട്ടുണ്ട് നീ. രാവിലെ കെട്ടിയിറങ്ങുമ്പോൾ എല്ലാം ശരിയാവും, അപ്പോൾ സംസാരിക്കാം. അത്രയും പറഞ്ഞ് കാശി അലനും കാർത്തിയും ചേർന്ന് വണ്ടിയിൽ കയറ്റി കൈലാസത്തിൽ കൊണ്ടുവന്നിരുന്നു. കൈലാസത്തിൽ എത്തുമ്പോൾ തന്നെ പാതിരാത്രിയായിരുന്നു. കാശിയുടെ ആ ഒരു കോലം ആർക്കും സഹിക്കാനായില്ല. അവന് അലനും കാർത്തിയും കൂടെ ഹോളിൽ കൊണ്ടിരുത്തി. അവൻ ആരെയും നോക്കാതെ സോഫയിൽ കണ്ണുകൾ അടച്ചിരുന്നു. തൽക്കാലം അവനോട് ഇന്നാരും ഒന്ന് ചോദിക്കാനോ പറയാനോ നിൽക്കേണ്ട. നേരം വെളുത്തോട്ടെ, അപ്പോൾ സംസാരിക്കാം. എന്തായാലും ഞങ്ങളവനെ റൂമിലോട്ട് കിടത്താം. അത്രയും പറഞ്ഞ് കാശി അലനും കാർത്തിയും കൂടെ പിടിച്ചു മുകളിലേക്ക് കൊണ്ടുപോയി. ഈ സമയം പാറു രേവതിയുടെ അടുത്ത് വന്നു. അമ്മേ, കുഞ്ഞി മോള് അമ്മയ്ക്കൊപ്പം കാവ്യക്കൊപ്പം ഉറങ്ങി. ഇന്ന് ഞാനോ അവർക്കൊപ്പമാ. തൽക്കാലം കുഞ്ഞി ഇന്ന് ഇവിടെ കിടക്കട്ടെ. മോൾ അവൻ്റെ അടുത്ത് ചെല്ല്. ഇപ്പോൾ അവൻ്റെ അടുത്ത് മോളാ വേണ്ടത്. പാറു ഒന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് ചെന്നു. റൂമിൻ്റെ അകത്തേക്ക് അവനെ ആക്കാനും പാർവതി വന്ന് കാശിയെ പിടിച്ചു കൊണ്ടുവന്നു. ഏട്ടനും കാർത്തിയും പൊക്കോ, ഇനി കാശേട്ടൻ ഞാൻ നോക്കിക്കോളാം. അവർ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. കാശിയെ പിടിച്ചുകൊണ്ട് തന്നെ അവൾ ഡോർ ലോക്ക് ചെയ്തു. ഒപ്പം അവനെ ബെഡിൽ കിടത്തി. എന്നിട്ട് അവൻ്റെ ഷൂസും കൂട്ടും വാച്ചും എല്ലാം ഊരിമാറ്റി അവൻ്റെ അടുത്തിരുന്ന് ഒന്ന് നോക്കിയ ശേഷം എഴുന്നേറ്റ് പോകാനും അവളുടെ കയ്യിൽ കാശിയുടെ പിടി വീണു. അവൻ എഴുന്നേറ്റ് അവളെ ബെഡിലിരുന്ന് തന്നെ കെട്ടിപ്പിടിച്ചു. ആദ്യമായി അറിയുകയായിരുന്നു പാർവതി അവനിലെ ചൂട്. അപ്പോഴും അവൻ കുഞ്ഞെന്ന് പുലമ്പി. ഏറെ നേരം കഴിഞ്ഞു അവൾ നിന്നും അവൻ അടർന്നു മാറുമ്പോൾ അവൻ്റെ താടിത്തുമ്പ് പിടിച്ച് ഉയർത്തി അവൾ. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ അത് അവളെയും വേദനിപ്പിച്ചു. അവൾ അവൻ്റെ കലയെ കണ്ണുകൾ മാറി മാറി ചുംബിച്ചു. പിന്നെ മെല്ലെ മുഖമുയർത്തി അവൻ്റെ മൂർധാവിൽ മുത്തി. പതുക്കെ അവനിൽ നിന്ന് അടർന്നു മാറിയവൾ അവനിലേക്ക് വലിച്ചടിപ്പിച്ചു. മദ്യത്തിൻ്റെ ലഹരി ഒരു നിമിഷം അവനെ മറ്റൊരു ലോകത്തെത്തിച്ചിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ പരതി നടന്നു. ആ നിമിഷം അവനെ അറിയാൻ അവളും ആഗ്രഹിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ അലയാൻ തുടങ്ങിയതും അവൾ ആദ്യമായി അറിയുന്ന അനുഭൂതി നിറഞ്ഞു. അവൾ ബെഡിൽ ഇരു കരങ്ങളും മുറുകെ പിടിച്ചു. അവസാനം അവളുടെ ചുണ്ടുകൾക്ക് നേരെ അവൻ്റെ ചുണ്ടുകൾ പാഞ്ഞെടുത്തു നിന്നു. ഒപ്പം മെല്ലെ അവിടേക്ക് ചുണ്ടുകൾ താഴ്ത്തി നുണഞ്ഞു. ആവശ്യത്തോടെ അവളുടെ കരങ്ങൾ ബെഡിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവളിലേക്ക് രണ്ട് കൈകളും പിടിമുറുക്കി അവൻ്റെ മേളിലേക്ക് വലിച്ചടിപ്പിച്ചു. അവൻ്റെ വായിലെ മദ്യത്തിൻ്റെ ഗന്ധവും അതിൻ്റെ രുചിയും അവളുടെ ചുണ്ടിലേക്ക് പകർന്നു. ആദ്യമായി അറിയുന്ന മദ്യത്തിൻ്റെ രുചി അവൾക്ക് വല്ലാതെ തോന്നിയെങ്കിലും അവളിൽ നിന്നും അവളിലേക്ക് പകർന്നു നൽകുന്ന ആദ്യ പ്രണയലഹരി അത് അവളിൽ നിന്നും അടർത്തി മാറ്റാൻ അവൾ തയ്യാറായില്ല. അവൻ്റെ നാക്കുകൾ അവളുടെ നാക്കുകൾക്കുമായി പിണഞ്ഞു കെട്ടി മത്സരിച്ച് ചുംബിക്കുമ്പോൾ അവനും അവളെ ചുംബിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്കെതിപ്പിന് അവളെയും കൊണ്ട് അവൻ ബെഡിലേക്ക് മറിഞ്ഞു. ചുണ്ടുകൾ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ അവൻ മുഖം ചേർത്ത് വെച്ചു. ഒപ്പം അവളുടെ നാക്കുകൊണ്ട് നുണയാൻ തുടങ്ങി. പിന്നെ മെല്ലെ പല്ലുകൾ ആഴത്തിൽ താഴ്ത്തുമ്പോൾ അവൻ അവളെ അവളിലേക്ക് വലിഞ്ഞു മുറുകി പിടിച്ചു. ഒപ്പം അവളിൽ നിന്ന് പതിയെ അനുഭൂതിയിൽ അവളിൽ നിന്ന് മുതിരുന്ന ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു. ഒപ്പം അവളുടെ കാലുകൾ ബെഡിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അവളുടെ കഴുത്തിൽ കടിച്ച് നുണയുന്നതിനൊപ്പം മാറിൽ അവൻ്റെ കരങ്ങൾ അമർന്നതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. എന്നാൽ അവൻ അവളെ നോക്കാതെ അവളിലെ തേ നുകരുകയായിരുന്നു. മാറിൽ മറയായി നിന്ന തുണികൾ
അവൻ താഴേക്ക് പല്ലുകൾ ചലിപ്പിച്ചുകൊണ്ട് കടിച്ചു പൊട്ടിച്ചു. ഒരു നെഞ്ചിൽ മറയായിരുന്ന ഡ്രസ്സെല്ലാം ഊരിയെറിഞ്ഞു. ഇപ്പോൾ അവളുടെ മാറ് അവന് മുന്നിൽ ഒരു മറയുമില്ലാതെ തെളിഞ്ഞു കാണാം. അവൻ്റെ കണ്ണുകൾ വിടർന്നു. 2 മാറിനെയും അവൻ തഴുകിയുണർന്നു. അവളിൽ നിന്ന് ശിൽക്കാരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. മെല്ലെ തഴുകാൻ തുടങ്ങിയ മാറിനെ പതുക്കെ പതുക്കെ നെരിച്ചുടക്കാൻ തുടങ്ങി. മാറിൻ്റെ തുമ്പിൽ പിടിച്ചു അവൻ വലിക്കാനും നെരിക്കാനും തുടങ്ങുമ്പോൾ അവൾ വീണ്ടും വികാരത്തിൻ്റെ വേലിയേറ്റം തന്നെ തീർത്തു. ഇടത്തെ മാറിൽ കൈകൾ കൊണ്ട് തഴുകി ഞെരിക്കുന്നതിനൊപ്പം വലത്തെ മാറ് അവൻ അവൻ്റെ വായ്ക്കുള്ളിലാക്കി നുണയാൻ തുടങ്ങി. എത്ര നുണഞ്ഞിട്ടും മതി വരാത്ത പോലെ അവൻ നുണഞ്ഞെടുത്തു. അവൻ്റെ പല്ലുകൾ പോലും ആഴത്തിൽ അവിടെ കടിച്ചു നുണഞ്ഞ പാടുകൾ തീർത്തു. പതുക്കെ അവൻ ഇപ്പുറത്തെ ഇടത്തെ മാറിൽ ചുണ്ടുകൾ കൊണ്ട് അഭയം കൊള്ളുമ്പോൾ വലത്തെ മാറിൽ പിടിച്ചു മുറക്കി. പിന്നെ 2 മാറും ഒരുമിച്ച് ഒത്തു നുണയാൻ തുടങ്ങി. ആ സമയം അവൻ്റെ തല മുടികളെ അവളുടെ കരങ്ങളാൽ കൂർത്ത് വലിച്ചു. പതുക്കെ ചുണ്ടും പല്ലുകളും താഴേക്ക് ചലിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പുക്കിൾ ചുവൽ നാക്കുകൾ കൊണ്ട് വൃത്തം വരച്ചു. ഒപ്പം അവിടെയും അവൻ്റെ നാവും ചുണ്ടും ആയത്തിൽ പതിഞ്ഞു. അവളിട്ടിരുന്ന പാവാട അവൻ വലിച്ചിഴിച്ചു. പിന്നെ മെറ്റ ഡ്രസ്സും. ഇപ്പോൾ പൂർണ്ണ നഗ്നയാണ് അവൾ. അവന് മുന്നിൽ ഒപ്പം അവനും. അവൻ മൊത്തത്തിൽ കുറച്ചു നേരം അവളുടെ മേനിയേക്ക് നോക്കിയിരുന്നു. അവളുടെ തുടയിടക്കിലും തുടയിലുമെല്ലാം അവൻ്റെ കരങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അവൾ ഉയർന്നു പൊക്കിപ്പോയി. അവൻ്റെ ചുണ്ടുകളും നാവും തുട മുതൽ കാൽപാദം വരെ തഴുകി അലഞ്ഞു നടന്നു. അവസാനം അവൻ്റെ നാക്കും ചുണ്ടും പല്ലും തുടക്കിടയിൽ അഭയം കൊള്ളുമ്പോൾ അവൾ അവനുള്ളിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. അവൾക്ക് അവളെ തന്നെ നഷ്ടമാവുന്ന പോലെ തോന്നി. അവൻ്റെ നാക്കും ചുണ്ടും ആ രുചി ഒരുപാട് ഇഷ്ടപ്പെട്ടതുപോലെ വീണ്ടും അവിടെ നുണയാൻ തുടങ്ങി. പിന്നെ മെല്ലെ ചുണ്ടുകൾ വേർപ്പെടുത്തിക്കൊണ്ട് അവളുടെ തുടയിൽ കൂടെ അവൻ ഉയർന്നു പൊങ്ങി. ആദ്യം മെല്ലെ ആയിരുന്നെങ്കിലും പിന്നെ അതിശക്തിയിൽ ആർജിച്ചു. അവളിൽ നിന്ന് ചോരത്തുള്ളികൾ പുറത്തേക്ക് ചലിച്ചു. ഒപ്പം സന്തോഷത്തിൻ്റെ അശ്രുകണങ്ങളും. എന്നാൽ അവൻ അവളിൽ നിന്ന് അടർന്നു മാറാൻ തയ്യാറായിരുന്നില്ല. ഒപ്പം അവനെ അവളിൽ നിന്ന് അടർത്തി മാറ്റാൻ അവളും ആഗ്രഹിച്ചിരുന്നില്ല. അത്രമാത്രം അവൻ അവൾക്ക് പകർന്നു നൽകുന്ന സുഖമുള്ള നോവ് അവളും ഇഷ്ടപ്പെട്ടു പോയിരുന്നു. വീണ്ടും വീണ്ടും അവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് തന്നെ ഉയർത്തിപ്പൊങ്ങി. അവസാനം 2 പേരും ഒരുപോലെ ക്ഷീണിക്കുമ്പോൾ അവൻ അവളുടെ മാറിൽ അഭയം കൊണ്ട് അവിടെ അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നിദ്രയെ പുൽകുമ്പോൾ അവളുടെ കരങ്ങൾ അവനെ വലിഞ്ഞു മുറുകി. അവളിൽ ആ നിമിഷം ആനന്ദമായിരുന്നു. താൻ സ്നേഹിച്ചവൻ, ഒപ്പം താൻ അറിയാൻ ആഗ്രഹിച്ചവൻ ഇന്ന് പരസ്പരം 2 പേരും അറിഞ്ഞിരിക്കുന്നു. ഒരു മറയുമില്ലാതെ. അവൻ സ്വഭാവത്തോടല്ല തന്നെ അറിഞ്ഞെന്ന് ഓർത്തപ്പോൾ ആദ്യം ഒരു നോവ് തീർത്തെങ്കിലും അവൻ തന്നെ പ്രണയമായ നനഞ്ഞ കുളിരിൽ അതെല്ലാം മറഞ്ഞിരുന്നു. ഒപ്പം അവനെ ചേർത്ത് പിടിച്ചു. അവളും കണ്ണുകൾ അടച്ചിരുന്നു. കാശിയാണ് രാവിലെ കണ്ണു തുറന്നത്. അവന് തലയ്ക്ക് നല്ല ഭാരം തോന്നി. ഒപ്പം താൻ ബെഡിന്റെ പുറത്തല്ല, മറ്റെന്തോ ഒന്നിന്റെ പുറത്താണ് തൻ്റെ പകുതി ശരീരം എന്നറിഞ്ഞതും അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് മിഴികൾ ബെഡിലേക്ക് ഊഞ്ഞു. അവിടെ തനിക്ക് മുന്നിൽ വിവസ്ത്രയായി കിടക്കുന്ന പാർവതിയെ കണ്ടതും തന്നെ അവൻ അവൾക്ക് മീതെ നിന്ന് ചാടി എഴുന്നേറ്റു. അടുത്ത് കിടന്ന ബെഡ്ഷീറ്റ് എടുത്തു ഉടുത്തു. ഒപ്പം തലയ്ക്ക് കരങ്ങൾ വെച്ചു പോയി ശക്തിയായി